എന്താണോ നിന്റെ പ്രശ്നം? എൻ്റെ മൈൻഡ് ശരിയല്ല മിസ്സേ. എന്താ പ്രശ്നം? എന്താ? എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ വിചാരിക്കുക പഠിക്കണം. നാളെ ഇത്രയായി, ഇതുവരെ ഞാൻ പഠിച്ചു തുടങ്ങിയില്ല. നാളെ എക്സാമാ, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല മിസ്സേ. എടാ, ഇതുപോലെയാണ് നിന്നെ പോലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും പ്രശ്നം. എക്സാമിന് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പഠനത്തിനുള്ള എല്ലാ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നാളെ ആവട്ടെ, നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അവസാനം എന്താ ഇതുപോലെ ടൈം പോകുന്നത് അറിയത്ത് പോലും ഇല്ല. ഇതുപോലെ വെറുതെ സമയം പാഴാക്കി കളഞ്ഞ എക്സാമിന്റെ തലേ ദിവസമാണ് പാഴാക്കി കളഞ്ഞ സമയത്തെ ഓർത്ത് വിഷമിക്കാൻ പോകുന്നത്. ഇതുപോലെയാണോ നിങ്ങളും? നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് ടൈം നീക്കി വെച്ച് അവസാനം എങ്ങും എത്താത്ത അവസ്ഥയിലാണോ? എന്നാൽ ടൈം ഒരു വെപ്പണാണ്, ഉചിതമായ സമയത്ത് കൃത്യമായി ഉപയോഗിക്കേണ്ട ഒരു വെപ്പൺ. ദൈവം ഒരുപാട് പാഷ്വാലിറ്റീസ് നൽകിയാണ് നമ്മൾ ഓരോരുത്തരെയും ജനിപ്പിച്ചിട്ടുള്ളത്. ചിലരെ അതിസമ്പന്നരുടെ മക്കളായി ജനിപ്പിച്ചു, ചിലരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിപ്പിച്ചു, അല്ലേ? പക്ഷെ ദൈവം ഒരുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നിരിക്കുന്ന ഒന്നുണ്ട്, ടൈം. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ. എനിക്കായാലും നിങ്ങൾക്കായാലും ഈ 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസത്തിലുള്ളത്. ജനിക്കുമ്പോൾ പരിമിതിയിൽ ജനിക്കുന്നത് നമ്മുടെ ആരുടെയും തെറ്റല്ല. പക്ഷേ ജീവിതത്തിന്റെ നാൾവഴികളിൽ ഈ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് വിജയത്തിൽ എത്താത്തത് നമ്മുടെ മാത്രം തെറ്റാണ്, അല്ലേ? ടുഡേ അല്ലെങ്കിൽ ടുമാറോ. ഈ ടുമാറോ വേണ്ടല്ലേ, ടുഡേ മതി. ഇന്നിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം. നാളെ നമുക്ക് വിജയിക്കാനുള്ള ദിവസമാണ്. ഇന്നിന്റെ പരിശ്രമമാണ് നാളെ നിങ്ങളുടെ വിജയമായി മാറുന്നത്. അപ്പോൾ ഇന്നിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി നാളെ നമുക്ക് വിജയത്തിലേക്ക് മുന്നേറാം.